ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഒരുപാട് സ്നേഹിക്കുന്ന മക്കളാണ് ദൈവം. ഒരുപാട് ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് ദുരന്തവും ദുഃഖവും എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും സത്യത്തിൽ നോക്കി 15 വയസ്സുള്ള കൊച്ച് 14-ാം വയസ്സിൽ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ വരിക. എന്ത് മര്യാദ ഈ ദൈവം കാണിക്കുന്നത്. 14 വയസ്സുള്ള കൊച്ചിന് ക്യാൻസർ വന്നാൽ നിങ്ങൾ എന്നാ പറയുക? ഒറ്റ കൊച്ച്, ഒറ്റ മോനാവുള്ളത്. അവന് 14-ാം വയസ്സിൽ ബ്ലഡ് ക്യാൻസർ. കൊച്ചിന്റെ കാര്യം പറഞ്ഞാലോ 7 വയസ്സ് മുതൽ ഈശോയെ 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 എന്ന് പറഞ്ഞു നടന്നത്. എന്ത് മര്യാദ ഈ ദൈവത്തിനുള്ളത് അല്ലേ. 20 കൊല്ലങ്ങൾക്കിപ്പുറം ദൈവത്തിന്റെ മര്യാദ നമുക്ക് പിടികിട്ടി. എന്താണ് ഒരു വിശുദ്ധനായിട്ട് ആ കൊച്ചുകുട്ടൻ ഇതാ ഒരു വിശുദ്ധനായിട്ട് മാറുക. കൈയടിച്ച് കർത്താവിന് മാത്രം. കാർലോ അക്യൂറ്റിസ്, നിങ്ങളൊന്ന് ആലോചിച്ച് ആ കൊച്ചിനെ ശവസംസ്കാരം അമ്മ വാവിട്ട് നിലവിളിച്ചിട്ടില്ലേ? അമ്മയോട് പറഞ്ഞ അമ്മ കരയൊന്നും വേണ്ട കേട്ടോ. അമ്മയുടെ മോൻ വിശുദ്ധനാ. എനിക്ക് ശുദ്ധീകരണ സ്ഥലമില്ല. ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ സഹനങ്ങൾ ദൈവങ്ങൾ അതറിയോ നിങ്ങൾക്ക്? നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണം നമ്മുടെ സഹനങ്ങളിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. 15 വയസ്സുള്ള ചെറുക്കൻ മരിച്ചു, ആരെങ്കിലും സമ്മതിക്കോ? ഒറ്റ കൊച്ച. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചത്തെ നിങ്ങൾ അഭിഷേക വയസ്സ് കേട്ടോ? കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയോ? നമ്മുടെ പള്ളിയിലാണ് വന്നെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർത്താവിൻ്റെ ചിന്തകളും കർത്താവിൻ്റെ വിചാരങ്ങളും ആർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. നമ്മളെ എല്ലാറ്റിനും മുമ്പിൽ കൈ കൊട്ടി കർത്താവിന് നന്ദി പറയാൻ പറ്റണം. ജീവിതത്തിൽ ഏതാനും കൈതട്ടി കൈകളെ തട്ടി, തമിഴാ പറയുന്നത്, കൈകളെ തട്ടിപ്പാടുവേൻ അല്ലേ? കൈകളെ തട്ടിപ്പാടുവോം. കൈകൾ കൊട്ടി കർത്താവിന് പാട്ട് പാടാന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളെ തട്ടിപ്പാടുവോം ജീവിതത്തെ മുഴുവൻ അല്ലേ. പക്ഷെ നിങ്ങൾക്കറിയാവോ, കൊച്ചു മരിച്ചു. എനിക്കറിയില്ല എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 43-ാം വയസ്സിൽ കാർലോ അക്യൂറ്റിസിന്റെ അമ്മ വീണ്ടും ഗർഭിണിയാവുക. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിന്റെ വിസ്മയങ്ങൾ കാണും. നിന്റെ ബുദ്ധിയും നിന്റെ യുക്തിയും, ഇന്നത്തെ വചനമൊക്കെ പറയുന്നില്ലേ, പൗലോസ് പറയുന്നില്ലേ, മനുഷ്യന്റെ തത്വചിന്തകളും ഫിലോസഫിയും. കഴിഞ്ഞ ദിവസം ആരോനോട് വന്ന് പറയുന്നത് കേട്ടു. ആൾത്താല് ശുശ്രൂഷയായിരുന്നു മോൻ. അമേരിക്കയിൽ അങ്ങോട്ട് എന്തെങ്കിലും അവൻ പറഞ്ഞു, ഇത് എന്നെ പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ളൂ, യേശുവില്ലെന്ന്. കെട്ടിയെന്ന് കുനിച്ചു പിടിച്ചൊരു ഇടി കൊടുക്കായിരുന്നല്ലേ. ആൾത്താരെ ശുശ്രൂഷ ചെയ്തവന്റെ കണ്ടുപിടുന്ന അമേരിക്ക ചെന്നപ്പോഴത്തേന് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. അതിനെ യേശു എന്നൊക്കെ പറയണമെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? സൂപ്പർ നാച്ചുറൽ പവറിന്റെ പേരല്ല മക്കളെ യേശു, സ്നേഹത്തിന്റെ പേരാ യേശു. ദൈവത്തിന് എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അടുത്ത കുർബാനയ്ക്കിടയ്ക്ക് പറയാൻ പറ്റിയാൽ ഇപ്പം ഞാൻ പറഞ്ഞേക്കാം. നമുക്കെതിരായിട്ടുള്ള ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ അസാധുവാക്കി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. നമുക്ക് ശാപമാകാമായിരുന്നതിന്, നമുക്ക് ദുരന്തമാകാമായിരുന്നത്, നമുക്ക് ദുഃഖമായിരുന്നതിന് ഓൺ ദ ക്രോസ് കുരിശിൽ അവൻ നിർവീര്യമാക്കി നിരായുധീകരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിലെ വടി തെറിച്ചുപോയി, പിശാചിന്റെ കയ്യിലെ തോക്ക് തെറിച്ചുപോയി, അവൻ ആയുധം നഷ്ടപ്പെടും. ക്രിസ്തുവിന്റെ മരണം, നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കാണുന്ന ഈശോ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ വീഴുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ രാവിലെ നമ്മൾ അക്യൂറ്റസിനെ കേട്ടു. ഇനി നമുക്ക് പിയർ ജിയോർജിയോ ഫ്രാസിറ്റ് 25 വയസ്സ് 24 വയസ്സ് മരിച്ചെങ്ങനെ? പോളിയോ പിടിച്ചു.
പോളിയോ എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? അദ്ദേഹം പോളിയോ ബാധിച്ചവരെ ശുശ്രൂഷിക്കാൻ പോയപ്പം അവിടുന്ന് കിട്ടിയതാണ് പോളിയോ. എന്തായിരുന്നു ആളുടെ ജോലി? ആള് ഒരു എന്താ പറയുന്നത്, മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു, കൽക്കരി ഖനിയുടെ എഞ്ചിനീയർ ആയിരുന്നു. എന്തിനായെന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാവും. ഫാസിറ്റി ആയതെന്തിനാണെന്നറിയാവോ? കൽക്കരി ഖനിയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ അവരോട് ചേർന്ന് നിൽക്കാൻ പ്രഭുകുമാരനായ അവനതേ പറ്റിയുള്ളൂ. ഒരു സ്നേഹം ഒഴുകുന്ന കണ്ടോ മക്കളെ? ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു അങ്ങനെ, ഇഷ്ടംപോലെ കാശ്. എന്ത് ചെയ്തു? ഈ പൈസ എല്ലാം എടുത്ത് വഴി കാണുന്നവർക്കല്ല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അത്താഴം ഡിന്നർ അമ്മ ഉണ്ടാക്കി കൊടുക്കും, ഇത് കൊടുത്തിട്ട് പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി ആക്കലും കൊണ്ട് കൊടുക്കും. അവനെ ശവപ്പെട്ടി ചുമക്കാൻ നാട്ടിലെ പാവങ്ങൾ മുഴുവൻ ഇങ്ങനെ. ചില നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി സാറൊക്കെ മരിച്ചപ്പോൾ കണ്ടില്ലേ, ദേശദേശാന്തരങ്ങളിൽ നിന്ന് മനുഷ്യർ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ. വിശുദ്ധനാണോ അല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും നോക്കി, നിങ്ങൾ വിശുദ്ധരാക്കി, സഭയൊന്നുമല്ല, ജനം വിശുദ്ധരാക്കി. ജീവിച്ച് പോയപ്പം ഒരു തുള്ളി കണ്ണീരൊക്കെ തുടച്ചു മാറ്റാൻ പറ്റിയെങ്കിൽ നീ വിശുദ്ധനാകും. നീ മരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ എന്നാലും അച്ഛൻ കൊള്ളായിരുന്നു കേട്ടോ, എന്നാലും അച്ഛൻ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പബ്ലിസിറ്റി ഒന്നും വേണ്ട മക്കളെ. ജീവിക്കുമ്പം പത്രത്തിലൊന്നും ഫോട്ടോ കൊടുക്കണ്ട. നീ എന്ത് ചെയ്തു എന്ന് മരണശേഷം അത് വെളിപ്പെട്ട് കിട്ടും. ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഒരു അച്ഛൻ വലിയ ഗുണമൊന്നും ഇല്ലാത്ത അച്ഛനായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വലിയ ഗുണമൊന്നും ഇല്ലാത്ത അച്ഛനായിരുന്നു. പള്ളിയിലൊക്കെ ഇരുന്നിട്ട് പറയും, പള്ളി വേണം പൂട്ടിയേക്കാൻ പറയും. അച്ഛൻ മരിച്ചു. അന്ന് പിതാവ് സ്ഥലത്തില്ലായിരുന്നു. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അടക്കാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ ആ ഒരു പള്ളി, വേറൊരു പള്ളിയില്ല, ആ പള്ളിയുടെ പുറയിലത്തെ ബെഞ്ചിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ഇടതുവശത്ത് ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്രായമായ ഒരു അപ്പച്ചൻ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ബന്ധുവായിരിക്കും. അച്ഛു, എന്താ അപ്പച്ച കരയണേ? അച്ഛൻ്റെ ആരാ? ഞാൻ അച്ഛൻ്റെ ആരുമല്ല, അച്ഛൻ എൻ്റെ ദൈവമായിരുന്നു. രസം വരുന്നേ ഉള്ളൂ, കേട്ടിരിക്കുക. ഏതു പള്ളി പൂട്ടണമെന്ന് അച്ഛൻ പറഞ്ഞോ ആ പള്ളിയിലെ, മലമൂട്ടിലുള്ള പള്ളിയാണ്, മനുഷ്യന്മാരൊന്നുമില്ല, ആ പള്ളിയിൽ നിന്നും ഒരു മനുഷ്യൻ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ കുടുംബം തകർന്നപ്പം, എൻ്റെ കുടുംബത്തിൽ പട്ടിണി പരന്നപ്പം, എൻ്റെ കുടുംബത്തിൽ ക്യാൻസർ വന്നപ്പം, എൻ്റെ കുടുംബം തകർന്നപ്പം അച്ഛനാ എൻ്റെ കുടുംബത്തെ പൊക്കിയത്. ഞെട്ടിപ്പോയി. അവിടെ ഇരുന്ന ഇരിപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഗുണമില്ലാത്ത അച്ഛൻ ഏറ്റവും ഗുണമുള്ള അച്ഛനായിട്ട് മാറി. ആ ഒരാൾ മാത്രമല്ല, കുറച്ചധികം പേര്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം അച്ഛൻ്റെ സ്വഭാവമൊക്കെ അറിയാം. എന്നോട് ഇഷ്ടമായിരുന്നു അച്ഛൻ. എനിക്ക് തൊണ്ടയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചിരുന്നു. എന്നാ പറയുന്നത്, ജാതിക്ക ഇല്ലല്ലോ എന്നതാണോ? നെല്ലിക്ക അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ കുറച്ചൊക്കെ ഉപയോഗിക്കും, ചില കുറച്ച് ഉപയോഗിക്കത്തില്ല. സ്നേഹം കൊണ്ട് ഭയങ്കര കരുതലാണ്. കുഴമ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കുഴമ്പ് ദേഹത്ത് വരട്ടത്തുമില്ല, കൊണ്ടുവന്ന് തരും. ആ മൂലക്കിരിപ്പുണ്ട് ഇപ്പോഴും. ഏതാണ് നെല്ലിക്ക, അതൊക്കെ അവിടെ. ഞങ്ങൾ എത്ര മനുഷ്യരുടെ, ഈ മനുഷ്യൻ അച്ഛൻ ഇവിടുന്ന് കയറും, ഒരു സഞ്ചിയൊക്കെ തൂക്കി കയറും. അതിനകത്ത് മുഴുവൻ ഒരു 10 വീട്ടുകാർക്കുള്ള സാധനം കാണും അതിനകത്ത്. അവിടെയെല്ലാം കയറി അവിടെയെല്ലാം കൊടുത്തിട്ട് ഈ ഗുണമില്ലാത്ത അച്ഛൻ തിരിച്ച് നാട്ടിലെത്തും. ചിലപ്പോൾ ഹൈ റേഞ്ച് കയറാൻ പറ്റും 3-4 ദിവസമൊക്കെ എടുക്കും. ഇതും കഴിഞ്ഞ് ആ വീടുകളിൽ അച്ഛൻ ആരെയും വിളിച്ച് ഫോൺ വെച്ച് നീ അവിടെ ഉണ്ടോയെന്നൊന്നും ചോദിക്കുന്നത്, നേരെ അങ്ങോട്ട് ചെല്ലത്തേ ഉള്ളൂ. അവരുടെ സങ്കടങ്ങളിൽ പങ്കുപറ്റി. ഈ ഫസാറ്റിയെ പറ്റി പറയുന്നത് അങ്ങനെ, ആ ദേശത്തുള്ള മനുഷ്യരുടെ, അവൻ ഈ മൈനിങ് എഞ്ചിനീയർ ആകാൻ കാരണം ഈ എന്നൊക്കെ അറിയാം അത് സംഭവം എന്നാണ്. ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ഈ കുഴി അതങ്ങോട്ട് ഇടിഞ്ഞു വീണ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. ഇതാണ് ഈ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാട്. അവരധികം കാലം 45-50 വയസ്സ് ഇവരെല്ലാം മരിച്ചു പോകും. കാരണം ഈ കാർബൺ മോണോക്സൈഡൊക്കെ ശ്വസിച്ച് അവരുടെ ഇടയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഈ 45-കാരൻ പിയർ ജോർജിയോ ഫസാറ്റി നമ്മൾ ഇന്നലെ വിശുദ്ധനാക്കിയിരിക്കുക. 1901 ജനിച്ചു, 1924, 100 വർഷം കഴിഞ്ഞ് വിശുദ്ധനാകുക. അടുത്തത് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ.
100 വർഷങ്ങൾക്കിപ്പുറത്തും ആ ശരീരം അഴുകിയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. 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 അദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഇനി 2 മണിക്കൂറുകളും ദിവസങ്ങളും ദിവ്യകാരുടെ സന്നിധിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കും മനുഷ്യൻ. നിങ്ങൾക്കറിയാം, അന്ന് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലമാണ്. ക്രിസ്ത്യാനിയാന്നൊക്കെ പറഞ്ഞൊരു ഫാഷനല്ല. അന്ന് വിപ്ലവങ്ങളുടെയൊക്കെ കാലമാണ്. ഫസാറ്റി കൂട്ടുകാരോട് എടാ പബ്ലിക്കായിട്ട് കുരിശ് വരയ്ക്കടാന്ന് പറയും. പബ്ലിക്കായിട്ട് പറ, യേശു കർത്താവാണെന്ന് പബ്ലിക്കായിട്ട് നിന്ന് പറ. ഇങ്ങനെ കൂട്ടുകാരെയും കൂട്ടി ഇങ്ങനെ തൻ്റെ കൂടെ നല്ല മിടുക്കനായിരുന്നു. അവരെല്ലാം കൂട്ടി ഇങ്ങനെ യേശു കർത്താവാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് നേരത്തെ പറഞ്ഞില്ലേ, verso all'alto, towards the highness, towards the height, ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്തൊരു വിശുദ്ധ. മലയുടെ മുകളിൽ പടി ഇങ്ങനെ കയ്യെത്തിച്ചിട്ട് എനിക്ക് സ്വർഗ്ഗത്തെ തൊടാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മലയിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറി മൗണ്ടനിയർ ആയിരുന്നു. ഇങ്ങനെ മലകയറ്റമായിരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം. അത് ഹോബി അല്ലായിരുന്നു മക്കളെ, അത് ആത്മീയതയായിരുന്നു. അത് ആത്മീയ ഉയരങ്ങളിലേക്ക് ആത്മീയതയിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറിയ ഒരു വിശുദ്ധൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ 2 സാധാരണ പിള്ളേരെ കാണിച്ചുകൊണ്ട് ഇന്നലെ പരിശുദ്ധ സഭ മലത്തേക്ക് ഞായറാഴ്ച പറഞ്ഞത് നിനക്കും വിശുദ്ധനാകാം. Nothing extraordinary, nothing exceptional. Just love for Eucharistic Lord. ഒരു വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല, മുളഞ്ഞാണൊന്നും കിട്ടിയിട്ടില്ല, ചാട്ടവാക്കടി എടുത്തിട്ടില്ല. കുർബാനയുടെ മുമ്പിൽ പോയി. നേരത്തെ ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കാർലോ കിറ്റിസിൻ്റെ കാര്യം പറഞ്ഞു. 7 വയസ്സുള്ള കൊച്ചു കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി കണ്ണീരോടെ നിന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ എന്തുമാത്രം ദൈവചൈതന്യം ചലിച്ചിരുന്നെന്നാ. 11-ാം വയസ്സിൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് കുർബാനയെ പറ്റി 5 ഭൂഖണ്ഡങ്ങളിലും അവൻ്റെ എക്സ്പോ നടന്നെന്നാണ് പറയണേ. ഒരാത്മാവിന് ജീവിച്ചത് മുഴുവൻ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. ചതിപ്പറ ഹല്ലേലൂയ. വലതുകരമേർത്ത് ഹല്ലേലൂയ. ചതിപ്പറ ഹല്ലേലൂയ. ചതിപ്പറ ഹല്ലേലൂയ. കൂടെ കുമ്പസാരിക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കെന്താ ഏറ്റവും വലിയ ഭാഗ്യം മക്കളെ? ജീവിതത്തിലെ സാക്ഷാത്കാരവും ജീവിതത്തിലെ സാഫല്യമൊക്കെ എന്താ? ദൈവങ്ങളെ, ഒരു കുർബാനയ്ക്ക് കൂടുന്നത്, രാവിലെ എഴുന്നേറ്റ് പള്ളിയിലോട്ട് പോകുന്നത്, അവിടെ പോയി ഈ കാർലോ വക്കീസിൻ്റെ പറയുന്ന വാക്യം അറിയോ? പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയോ? ആ അച്ഛൻ കോൺസെൻട്രേഷൻ പറയത്തില്ലേ, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന സമയമുണ്ടല്ലോ. പ്രാർത്ഥിച്ചു. അക്വിറ്റസ് പറയുന്ന ദൈവം കേൾക്കുക പ്രാർത്ഥന. അച്ഛൻ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അഗ്നിനാവായി ഇതാ കടന്നു വരുന്ന സമയമാണ്. ഒരു സെമിനാരിയും ഒരു തിയോളജിയും പഠിക്കാതെ ചെറുക്കന്റെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവങ്ങളെ ജീവിതത്തിൽ എന്തുമാത്രം ഈ ദിവസങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എന്തൊരു മനോഹാരിതയുണ്ടെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ. ഇന്നലെ ഒരു അപ്പച്ചൻ്റെ റിച്ചാച്ചൻ്റെ ശവസംസ്കാരമുണ്ട്. മണ്ടാമഠത്തിലൊരു സിസ്റ്ററിൻ്റെ അപ്പന. സിസ്റ്റർ വിളിക്കുന്ന ഇച്ചാച്ചൻ എന്നാണ്. അതുകൊണ്ട് ഞാനും ഇച്ചാച്ചൻ തന്നെ വിളിച്ചു. കാരണം അങ്ങനെയാണ്. ഇന്നലെ മരിച്ചത്. രോഗം പാർക്കിൻസൺസ്. അറിയാമോ? എനിക്ക് തോന്നുന്നു ക്യാൻസറാണ് ഏറ്റവും വലിയ രോഗം എന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ? ക്യാൻസർ അത്ര വലിയ രോഗമൊന്നുമില്ല മക്കളെ. വേദന ഈ പാർക്കിൻസൺസ് ഒക്കെ പറഞ്ഞറിയോ? ഇങ്ങനെ മരത്തടി പോലെ നിൽക്കും, ശരീരം മുഴുവൻ വേദന, കയ്യും കാലും ഒന്നും അനങ്ങത്തില്ല, ഇങ്ങനെ നിൽക്കും. കഠിന വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. രാവിലെ ഒരു മരുന്ന് കൊടുത്താൽ 10 മണിയാകുമ്പോൾ പതുക്കെ കൈയൊക്കെ ഒന്ന് അനക്കാൻ പറ്റും. നിങ്ങൾ ഈ കൈ ഇങ്ങനെ വന്ന് പൊട്ടിപ്പോവുക. ഒന്നാലോചിച്ച് അത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ കൈ ഇങ്ങനെ പൊട്ടി എനിക്ക് തൊടാൻ പറ്റും. കാരണം എൻ്റെ 2 കൈ ഇങ്ങനെ മരച്ച് നിൽക്കുക. ഇങ്ങനെ നിങ്ങൾ ബലം പിടിച്ച് കൈയൊന്നും നീട്ടിട്ടൊന്ന് ബലം പിടിച്ച് നോക്കിയേ. ഇത് ഈ പാർക്കിൻസൺസ് രോഗം. പക്ഷേ അദ്ദേഹത്തിന് ഞങ്ങൾ അമ്മയെന്ന് വിളിക്കുന്ന അമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാലാഖ പോലെ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, കഴിഞ്ഞൊരു 7 വർഷക്കാലം എനിക്കറിയാം, ഞാൻ പറയുന്ന വാക്കുകളൊന്നും അത്രയല്ല, ഇങ്ങനെ ഒരു മരത്തടി പോലെ കിടക്കുന്ന മനുഷ്യൻ. ഈ സ്ത്രീ
ഈ അമ്മ ഒരു പരാതിയോ ഒരു റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, ആശുപത്രി കൊണ്ടുവരണം എടുത്തുകൊണ്ട്. ഹല്ലേലൂയ. മക്കളെ, ഞാൻ അങ്ങനെ ഒരു ഭാര്യയെ, അങ്ങനെ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫാദറും കുറച്ച് സുഖമില്ലാതെ മരിച്ചത്. പക്ഷേ ഇതിൻ്റെ 5 അയലൊക്കത്ത് എൻ്റെ അപ്പ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അപ്പൻ അത്രയും സഹിക്കേണ്ടി വന്നിട്ടില്ല. അമ്മ ഇതുപോലെ തണലായിട്ട് അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മ ഒരു വിശുദ്ധയാണ്. ഈ അമ്മ വിശുദ്ധയാണ്. ഞാൻ കൊണ്ട് കുർബാന കൊടുക്കുമായിരുന്നു. മിണ്ടാമടത്ത് കുർബാന ചെല്ലുമ്പോൾ കൊണ്ട് കുർബാന കൊടുത്തു. തിരുരക്തം കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയാന്ന് തോന്നുന്നു അവസാനമായിട്ട് കൊടുത്തത്. അന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ വിളിച്ചേക്ക്. അദ്ദേഹത്തിൻ്റെ സഹനം കണ്ടിട്ട് മാത്രമല്ല, ഈ അമ്മയുടെ സഹനം കൂടെ കണ്ടിട്ട്. ഒരു മകൾ മിണ്ടാമടത്തില്ല. ഈ കുട്ടി, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി വെസ്റ്റീഷൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവരുടെ സന്യാസ വസ്ത്രം ധരിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് 1-ാം വ്രതം ചെയ്യും. പ്രഥമ വ്രതവാഗ്ദാനത്തിൻ്റെ അന്ന് ഇദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാവോ, ആ പ്രഥമ വ്രതവാഗ്ദാനം ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആ ഇച്ചാച്ചൻ്റെ മേൽ എഴുന്നള്ളി വരികയും പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഇച്ചാച്ചൻ നടന്ന് പള്ളി വരികയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞതാ, അച്ഛാ അന്ന് ആ ഉടുപ്പിട്ട് ഞാൻ വ്രതവാഗ്ദാനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക, സംതിങ് സ്പെഷ്യൽ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. ആ വ്രതവാഗ്ദാനം നടക്കുന്ന നിമിഷത്തിൽ ഈ ചാച്ചന് ആരോഗ്യം കിട്ടുക, ദൈവം കൊടുക്കുക. പിന്നെ ഏതാനും വർഷം ഇദ്ദേഹം എഴുന്നേറ്റ് നടന്നു. മക്കളെ, വീണ്ടും അടുത്ത വീഴ്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടപ്പിലായി. എത്രയോ വർഷങ്ങളായി ഇതിപ്പം. മക്കളെ, ഞാൻ വിചാരിക്കുക സ്വർഗത്തിൻ്റെ ഓർമ്മയാണ്. നമുക്കൊക്കെ ബുദ്ധിമുട്ട്, ഒരു സഹനം, ഒരു വേദനയും വിഷമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. ഒരു ഗ്യാസ് കയറിയാൽ പോരെ നമുക്ക്. പക്ഷേ ഈ ഗ്യാസ് കയറുന്നതിനപ്പുറത്ത് ഒരു സ്വർഗമുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ഈ സഹനത്തിനും നൊമ്പരവും ഒക്കെ പറഞ്ഞില്ലേ, കാർലോക്കറ്റിസ് പറഞ്ഞു, ഇറ്റ്സ് എ ഹൈവേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള നാഷണൽ ഹൈവേ. NH 47 പൊക്കോണ്ടിരിക്കുക. സ്വർഗത്തിലേക്കുള്ള NH 47 ആണ് നിന്റെ സഹനവും വേദനയും ദുഃഖവും തകർച്ചയുമെന്ന് കാർലോക്കറ്റിസ് കുർബാന യൂക്കറിസ്റ്റ് ഈസ് ദ ഹൈവേ ടു ഹെവൻ എന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, ഒന്ന് ഓർത്ത് നോക്കി. ജീവിതത്തിൽ ഭയങ്കര വിശ്വസിക്കുന്നവന് വിലയുണ്ട് മക്കളെ. വിശ്വസിക്കുന്നവന് വിലയുണ്ട് ജീവിതത്തിൽ, ഓരോ കാര്യത്തിനും. വിശ്വസിക്കാത്തവന് ജീവിതത്തിൽ വിലയില്ല. വിശ്വസിക്കുന്നവൻ ആത്മഹത്യ ചെയ്യാത്ത അതുകൊണ്ടാ. വിശ്വസിക്കാത്തവൻ ആത്മഹത്യ ചെയ്യുന്ന അതുകൊണ്ടാ. വിലയാ മക്കളെ. കാലയിലൊരു മുഴ വന്നു, കാലിൻ്റെ ഒരു വിരൽ മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, മക്കളെ പറഞ്ഞില്ലേ, അവന്റെ കുരിശിൽ അവൻ നിർവീര്യമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ബലത്തോടെ കാണാൻ എൻ്റെ പൊന്നു മക്കള്. നിങ്ങളുടെ കുടുംബമൊക്കെ ഒരു കുർബാനയാണെന്നും ഒരു ദേവാലയമാണെന്ന് ദൈവങ്ങൾ ചിന്തിച്ചോണം. ഹല്ലേലൂയ. അവിടുത്തെ ആ വീട്ടിലൊരു മരണമുണ്ടായാൽ ക്രിസ്തുവിന്റെ മരണമാണെന്ന് ഓർത്തോണം കേട്ടോ. ഞാൻ ആദ്യം തുടങ്ങിയില്ലേ, 15 വയസ്സുകാരൻ മരിക്കുന്നതിന് എന്ത് ന്യായം അച്ഛന് പറയാനുള്ളത്? 15 വയസ്സുകാരൻ മരിക്കുന്നതിന് അച്ഛന് പറയാനുള്ള ന്യായം, നാളെ അവൻ വിശുദ്ധനാകും. ഹല്ലേലൂയ. 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 നോക്കി, നമുക്ക് കുർബാന ധ്യാനമായി. ഇന്ന് മുഴുവൻ കുർബാന ധ്യാനം തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് തരുന്ന വചനമാണ്. ഇവർക്ക് നിങ്ങൾ തന്നെ അപ്പം കൊടുക്കുവേൻ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു ബാലനുണ്ട്, 5 ബാർലിയപ്പം. വ്യാഖ്യാനിച്ചത്, അതുകൊണ്ട് പോകുന്നില്ല. പാവപ്പെട്ടവൻ കഴിക്കുന്ന അപ്പത്തിൻ്റെ പേരാണ് ബാർലിയപ്പം. കാശുകാരൻ ഗോതമ്പപ്പം കഴിക്കും. ഒരു ദരിദ്ര ബാലൻ. നമുക്ക് ദാരിദ്ര്യത്തിനൊക്കെ പുണ്യമുണ്ട്. നമുക്കത് പറഞ്ഞൊന്നും പിടികിട്ടില്ല. ദാരിദ്ര്യത്തിനൊക്കെ പുണ്യമുണ്ട് മക്കളെ. കഷ്ടതയ്ക്കൊക്കെ ഒരു പുണ്യമുണ്ടടാ കൊച്ചെ. ഒരു രഹസ്യമുണ്ട്, സ്വർഗം വെളിപ്പെടുന്ന ഒരു എൻലൈറ്റൻമെൻ്റ് ഉണ്ട് മക്കളെ. തോറ്റൊന്നും പോകല്ലേ, നിങ്ങൾ കൈ വീശി നടക്കണം മക്കളെ. ഉള്ള തുണി അലക്കി തേച്ചിട്ട് നടക്കണം. മുഖം ഉയർത്തിപ്പിടിക്കണം മക്കളെ. മുഖത്ത് ഒരു ദുഃഖമല്ല, മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവണം. ഒരു സന്തോഷത്തോടെ നടക്കണോടാ കൊച്ചെ. ഹല്ലേലൂയ. ഇന്നലെ ആ അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടു ആ ഒരു നിറവ്, ഒരു പ്രകാശം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
5 ബാർലിയപ്പം ഉണ്ടെന്ന് ഇത്രയും പേർക്ക് എന്ത് ചെയ്യാനാ? യൂക്കറിസ്റ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിന്റെ ഇല്ലായ്മയ്ക്കുള്ള നിറവിന്റെ പേരാ മക്കളെ കുർബാന എന്ന് പറയുന്നത്. നിന്റെ കഷ്ടപ്പാടിന്, നിന്റെ കണക്കെടുക്ക്, നിന്റെ ദുരിതത്തിന് ഇറ്റ് ഈസ് സഫിഷ്യന്റ്. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ. യൂക്കറിസ്റ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. പൗലോസ്യ പറഞ്ഞു, എന്റെ ശരീരത്തിൽ മുള്ളു മാറിപ്പോകാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. കാർലോ അക്വിനാസിന്റെ പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോ ഇന്ന് പരിശുദ്ധാത്മാവ് യൂക്കറിസ്റ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിനക്ക് കുർബാന എല്ലാമാണ്. നിനക്ക് കുർബാന മതിയായതാണ്. നിന്നെ നിറയ്ക്കുന്നതാണ് കുർബാന. നിന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ് കുർബാന. തൃപ്തിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മക്കളെ കുർബാന, കുറവുകളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മക്കളെ കുർബാന. ഹല്ലേലൂയ. കണ്ണീരോടെ ഞാൻ കാണാറുണ്ട്. ഞാൻ കുർബാന കൊടുക്കുമ്പോൾ കാണാറുള്ളൊരു കാഴ്ചയുണ്ട്. 2 കണ്ണലും കണ്ണീർച്ചാലുകളുമായിട്ട് കുർബാന സ്വീകരിക്കുന്നത്. ബ്ലെസ്ഡ് ആർ യു, ബ്ലെസ്ഡ് ആർ യു. ഞാൻ നീട്ടുന്ന തിരുവോസ്തിയിലേക്ക് നിന്റെ ഒരു തുള്ളി കണ്ണീരും കൂടെ വീണാലുണ്ടല്ലോ, സൂപ്പർ. അതൊരു ആരാധനയായി, അഭിഷേകമായി നിന്റെ കുർബാനയും ഈശോയുടെ കുർബാനയും ഒന്നായി തീരും ആ സമയത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിയേ, അത് എന്തുണ്ട്? യേശു പറഞ്ഞു, ഇരുത്ത്. ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇത്. ക്രിസ്തു നിന്റെ അപ്പക്കാരനായും ക്രിസ്തു നിന്റെ അപ്പമായും ആകും. ക്രിസ്തു നിന്റെ അപ്പക്കാരനായും ക്രിസ്തു നിന്റെ അപ്പമായും മാറുക. He will provide you whatever you need. നിനക്ക് ആവശ്യമുള്ളത് തരാൻ പോന്നവൻ നിന്റെ കർത്താവ്. നന്നായിട്ട് പറ മക്കളൊരു ഹല്ലേലൂയ എന്നൊക്കെ. എന്തൊക്കെയാണ് ഇപ്പൊ വാങ്ങിച്ചോണം അതിനെ ഇത് പറഞ്ഞു തരുന്നത്. കഥ കേട്ടുള്ള പ്രസംഗം കേട്ടുള്ള ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കാതെ ദൈവത്തിന് ഒരു വെളിപാട് കിട്ടുമ്പോ ചോദിച്ച് വാങ്ങിക്കുന്ന സമയത്ത് അവൻ അപ്പക്കാരനാണ്, അവൻ അപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അപ്പവിടുന്ന് ശബ്ദത്തിലേക്ക് നോക്കി. അവങ്ങളെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ നോക്കി നിൽക്കണം. അച്ഛന്മാരപ്പം എടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കുന്ന കണ്ടിട്ടില്ലേ? അവിടം തീരുമാനിച്ചില്ലെങ്കിൽ ഈ അപ്പം അനങ്ങത്തില്ല. അവിടം തീരുമാനിച്ച ഈ അപ്പം അനങ്ങും. ഈ അപ്പം അനങ്ങും. ഈ അപ്പം ചലിപ്പിക്കും. ഈ അപ്പം ജീവിപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ തവണ നമ്മുടെ ആരാധന ചാപ്പിൽ ദിവ്യകാരുണ്യം മാറ്റിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെയോ പറഞ്ഞു, ആ കുർബാനയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഒടിക്കണ്ടായിരുന്നെന്ന്. ഞാൻ ഒടിച്ചു കഴിഞ്ഞപ്പോഴും ഓർത്ത് ദൈവമേ ഒടിക്കണ്ടായിരുന്നു. ഒരു ഫ്രഷ് ബ്രെഡ്, വളരെ പുതിയ ചൂടുള്ള ഒരു അപ്പം എടുത്താൽ എങ്ങനെ ഇരിക്കുമോ? 2 ആഴ്ച കൂടുതലായിട്ടുണ്ടത്. പക്ഷെ അകത്തെ ചാപ്പലിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പള്ളിക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു തിരുവോസ്തി ഉണ്ടായിരുന്നു. ആരാധന ചാപ്പൽ ഉപയോഗിക്കുന്ന തിരുവോസ്തി ഉണ്ടായിരുന്നു. ആരാധന ചാപ്പലിരുന്ന തിരുവോസ്തിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താ മക്കൾക്ക് അറിയാവോ? 24 മണിക്കൂറും കണ്ണീരൊഴുക്കുന്നൊരു ദിവ്യകാരുണ്യമാത്. 24 മണിക്കൂറും മനുഷ്യരുടെ വേദന കേൾക്കുന്നൊരു ദിവ്യകാരുണ്യമാത്. 24 മണിക്കൂറും മക്കളെ ഉറ്റുനോക്കിയിരിക്കുന്നൊരു ദിവ്യകാരുണ്യമാണ്. ഹല്ലേലൂയ. വിശ്വസികളെ മാത്രം ഹല്ലേലൂയ വിളിച്ചാൽ മതി. ഹല്ലേലൂയ. അതാടോ മക്കളെ. അപ്പൊ അതല്ലേ ദിവ്യകാരുണ്യത്തിന് വിപ്ലവം നമ്മുടെ നാട്ടിൽ വേണം. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ കുർബാനയുമായിട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോയെന്ന് പറയുന്നത് കേട്ടു. നിങ്ങൾ വല്ല പറഞ്ഞു ഈ വഴി കൂടെ പോയി. എന്നെ നോക്കിയിരിക്കുക നിങ്ങളെല്ലാരും കൂടെ ഒരു ഹല്ലേലൂയ പറ. ആ ദിവ്യകാരുണ്യം ഉയർത്തി കേരളം മുഴുവൻ ആശീർവദിച്ച് ഈ അച്ഛൻ പോയെന്നാ പറയുന്നത്. കൈ അടിച്ചതാ അവന് മാത്രം കൊടുക്കും മക്കളെ. അതൊക്കെ ഒരു ധീരതയാ മക്കളെ. എത്ര ദിവസം എടുത്ത് കാണും? ഈ കേരളം മുഴുവൻ പല പല പദയാത്രകളും പല ജാഥകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് മുതൽ എവിടെ മുതല കന്യാകുമാരി വരെ.
ഇത് കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ ദിവ്യകാരുണ്യത്തിന്റെ ഒരൊറ്റ യാത്ര നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് നടന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയ്ക്ക് ഉറപ്പുണ്ട് മക്കള്. ദിവ്യകാരുണ്യത്തിന്റെ നമ്മുടെ ദേശത്ത് പലതും ഒക്കെ മാറിപ്പോയി. നിങ്ങൾക്കറിയാം, കൊടുങ്കാറ്റുണ്ടാവും, പെരുമഴ ഉണ്ടാവും. കേരളം മുഴുവൻ മുങ്ങും. കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു. കേരളം മുങ്ങിയില്ല, കൊടുങ്കാറ്റുണ്ടായില്ല, ഒന്നും ഉണ്ടായി. ഇന്നും മഴക്കാലമാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, നിങ്ങൾ വെളിയിലോട്ട് നോക്ക്, സൂര്യപ്രകാശം നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം പൊങ്ങി, വെള്ളമൊക്കെ കുട്ടനാടെല്ലാം വെള്ളത്തിണ്ടി കിടക്കുന്ന സമയമായത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കരുതലുണ്ട് മക്കളെ, ദൈവത്തിന് ഒരു പരിഗണനയുണ്ട്. ദൈവത്തിന് നിന്നോടുള്ള പരിഗണനയുടെ പേരാ കുർബാന. ദൈവത്തിന് നിന്നോടുള്ള കരുതലിന്റെ പേരാ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എടുത്തു സ്വർഗത്തിലേക്ക് നോക്കുക. അവൻ കൃതജ്ഞത പറഞ്ഞു, താങ്ക് യു. അപ്പം എടുത്തൊരു കൈവറയ്ക്കാൻ തുടങ്ങി, പറഞ്ഞു, നന്ദി ദൈവമേ, അപ്പാ നന്ദി. അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അവൻ പറയാൻ തുടങ്ങി, അപ്പാ നന്ദി, അപ്പാ നന്ദി, അപ്പാ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്കെ അവിടെ നന്ദി. എന്തിനുള്ളതാ ഈ അപ്പം? ഞാനായിത്തീരാനുള്ളതാ ഈ അപ്പം. ഞാനായിത്തീരാനുള്ളത് ഈ അപ്പം. ഈ അപ്പം മുറിയുന്ന പോലെ ഞാനും മുറിയപ്പെടും. ഈ അപ്പം ഭക്ഷിക്കപ്പെടുന്ന പോലെ ഞാനും ഭക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുർബാനെടുത്ത് സ്വർഗത്തിലേക്ക് ഓരോ തവണയും കുർബാന എടുക്കുമ്പോ ഓർത്തോളം ഞാനിതായി തീരാനുള്ളതാ. ഹല്ലേലൂയ. ഈ അപ്പം തരുന്നൊരു ജീവനുണ്ട്, ഈ അപ്പം നൽകുന്നൊരു മുറിവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. തിരുവചനം പറയുക, അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അപ്പവും മീനുമാണ്. മീനെന്താ ഇവിടെ തരാത്തെന്ന് നിങ്ങൾ ചോദിക്കല്ലോ. സഭയാണ് ഈ മീൻ. കുർബാന സ്വീകരിക്കുന്നവൻ സഭയെ സ്വീകരിക്കുന്നുണ്ട്. കുർബാന സ്വീകരിക്കുന്നവൻ സഭയുമായിട്ട് ബന്ധമുണ്ട്, പാപ്പായുമായിട്ട് ബന്ധമുണ്ട്, മെത്രാന്മാരുമായി ബന്ധമുണ്ട്, വൈദികരുമായി ബന്ധമുണ്ട്. ഇവിടെ കുർബാന സ്വീകരിക്കുന്നവൻ ഈ പള്ളിയുമായി ബന്ധമുണ്ട്. മീൻ സഭയുടെ ചിഹ്നമാണ്. ഇക്തൂസ് പഴയ കാലത്ത് കുരിശിന് പകരം ആദിമസഭയിൽ വരച്ചു വെച്ചിരുന്ന ഒരു മീനിൻ്റെ ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ പള്ളികളിൽ നമ്മൾ ഹോളി ലാൻഡിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇക്തൂസ്. ഒക്കിയ മക്കളെ, കുർബാനയോടുകൂടെ നിനക്ക് കിട്ടുന്നൊരു സഭയുണ്ട്. കുർബാനയോടുകൂടെ നിനക്ക് കിട്ടുന്നൊരു ദൈവബന്ധമുണ്ട്. കുർബാനയോടുകൂടി നീ ഒരു ദൈവ കുടുംബത്തിന് അംഗമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങൾ എന്തറിയോ? അച്ഛന്മാരുടെ യാമപ്രാർത്ഥന, യൂണിവേഴ്സൽ പ്രയർ എന്നൊക്കെ അതിന് പറയണേ. ഓരോ ദിവസവും ഓരോ വൈദികന് കുർബാന ചൊല്ലാൻ കടമയില്ല. ഓരോ ദിവസവും ഓരോ വൈദികനും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ഇത് തെറ്റിച്ചാൽ അച്ഛൻ കുമ്പസാരെ കൂട്ടി മുട്ടുകുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. മിക്കവാറും എല്ലാ അച്ഛന്മാരും കുമ്പസാരെ കൂട്ടി പറയുന്നൊരു പാപം പറയട്ടെ, യാമപ്രാർത്ഥന ഞാൻ ചൊല്ലിയില്ലച്ചോ. ഒരു പുരോഹിതന് ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാവോ? യാമപ്രാർത്ഥന ചൊല്ലിയില്ല, ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഞാൻ സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ചില്ല. എന്നാ പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇതൊക്കെ ഇതിപ്പോ ഞാൻ തന്നെ ചെയ്യാനാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ അമ്മയോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വീടില്ലാത്തവന് പ്രാർത്ഥിക്കും, പരദേശിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജയിലിൽ കിടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, പകർച്ച രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യാമപ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മീനും വേണ്ടപ്പോൾ നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ദൈവമക്കൾ എഴുന്നേറ്റ്. കുർബാന തരുന്നൊരു തൃപ്തി, കർത്താവ് തരുന്നൊരു തൃപ്തി, ദൈവത്തിന്റെ വചനം തരുന്നൊരു തൃപ്തി, ദിവ്യകാരുണ്യത്തിന്റെ തൃപ്തി, അത് ക്രിസ്തു തരുന്ന തൃപ്തിയാ. ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിച്ച് ഈശോയേ. കുർബാനയോടൊരു സ്നേഹം തരണേ കർത്താവ്. കുർബാന കൊണ്ട് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവ്. കുർബാന മാത്രം സ്വീകരിച്ച് വർഷങ്ങളോളം ജീവിച്ച വിശുദ്ധരുണ്ടല്ലോ കർത്താവ്. സ്വയെ പൊന്നു മക്കളോട് കരുണയാകണമേ കർത്താവ്. ദേശങ്ങളോട് കരുണയാകണമേ കർത്താവ്. കുടുംബങ്ങളോട് കരുണയാകണമേ കർത്താവ്. ദുഃഖങ്ങളും വേദനകളും നിരാശകളും വന്ന് ഈശോയെ കൂട്ടയത്ത്
പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ